ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ക്രിസ്മസൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ക്രിസ്മസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തന്നെയാണിത്. ഇതുണ്ടാക്കിയെടുക്കാൻ റമ്മോ വൈനോ ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ട് മാറും. അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 3 കളറിലുള്ള ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമില്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡേറ്റ്സും. അപ്പോൾ ഡേറ്റ്സ് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നട്ട്സ് ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടും ബദാമുമാണ്. പിന്നെ ഒരു 3/4 കപ്പ് ഷുഗറും. പിന്നെ കുറച്ച് നാരങ്ങയുടെ തൊലി പീൽ ചെയ്തതാണ്. അപ്പോൾ നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയോ എടുക്കുക. ഞാനിത് ചെറുനാരങ്ങയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിൽ വേണം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ച് കൊടുക്കണം. ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ആദ്യം. അതിനുശേഷം മെൽറ്റായി തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ചെറു തീയിലേക്ക് മാറ്റാം. അതിനുശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യമേ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഷുഗർ എല്ലാം കൂടി കട്ട പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ചെറു തീയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ മെൽറ്റായിട്ട് ഈ ഒരു പരുവത്തിലായതിന് ശേഷം മാത്രം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ചെറു തീയിലിട്ടിട്ട് ഇതുപോലെ മെൽറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. ഷുഗറെല്ലാം മെൽറ്റായിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ നല്ല ഡാർക്ക് കളർ ആവാനും പാടില്ല. നല്ല കരിഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ കേക്കിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു കളർ വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം തീ ചെറുതായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ ഇതുപോലെ ഒരു പതഞ്ഞ് വരും. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടുള്ള ഇതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തിളച്ചതിന് ശേഷം ഇത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം നട്ട്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല. നട്ട്സ് പിന്നീട് നമ്മൾ കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന ടൈമിലാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഡ്യൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി എടുക്കുമ്പോൾ കുരുമില്ലാത്ത മുന്തിരി തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സും നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ കാഷ്യൂനട്ടും ബദാമും രണ്ടും ഒരുമിച്ച് വേണമെന്നൊന്നുമില്ല. കാഷ്യൂനട്ട് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ തൊലിയോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയോ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അതിൻ്റെ വെള്ള തൊലി കുടുങ്ങാതെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ തൊലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് വേവിച്ചെടുക്കൊന്നും വേണ്ട. ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറു തീയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം തീ ഓഫാക്കി വെക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ജാതിക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം പട്ടയും 2 ഏലക്കായും പിന്നെ ഒരു 4 കറാപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചുക്കിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല, കഷ്ണമായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുപോലെ ഏലക്കയുടെ ചെറിയ തൊലികളൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം.
ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബീറ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ബീറ്റർ ഇല്ലെങ്കിലും മിക്സിയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് സോഫ്റ്റായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നല്ല തിക്നെസ് തന്നെയാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലുള്ള കാരമലോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസായി കിട്ടിക്കോളും നമ്മളെ ബാറ്ററി. എന്നാലും നല്ല തിക്നെസ് തന്നെയാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നട്ട്സ് ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരിട്ട് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് പകരം കുറച്ച് മൈദ മിക്സ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലം കേക്കിൻ്റെ ബാറ്ററി ഇതുപോലെ തിക്നെസ്സിലായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ ബ്ലാക്ക് മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഓവൻ ഇത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കി വെച്ച ഓവനാണ്. ഇതിൽ 1 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഈ പ്ലം കേക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പാടില്ല. അന്നത്തെ ദിവസം തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു 1-2 ദിവസം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോഴേ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം എടുത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് ഇന്ന് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് നാളെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി പ്ലം കേക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിത് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അങ്ങനെ പൊടിഞ്ഞു പോകുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. റമ്മോ വൈനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്രിസ്മസ് മാത്രമല്ല എല്ലാ ടൈമിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.